നമസ്കാര സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞങ്ങളിപ്പോ ഉള്ളതേ വാഗമണ്ണില. വാഗമൺ എന്ന് പറഞ്ഞാൽ വാഗമണ്ണിൽ നിന്നും കുറേ ദൂരം ഇത്തിരിയും കൂടി ഉള്ളിലേക്ക് വന്നു. അപ്പൊ നിങ്ങളെ ഒരു അടിപൊളി മനോഹര കാഴ്ച കാണിക്കാൻ വേണ്ടി കേട്ടോ. എനിക്ക് പൊതുവെ ഈ സീനറി ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ സൂര്യനൊക്കെ ഉദിച്ചത് കണ്ടില്ലേ, കോടമഞ്ഞൊക്കെ കേറി ഇങ്ങനെ വരുന്നത് കണ്ടോ. എത്ര പറഞ്ഞാലും ഇതിന്റെ ഭംഗി അങ്ങനെ നമുക്ക് എന്നതാ പറയേണ്ടിയെന്ന് അറിയത്തില്ല കേട്ടോ. അടിപൊളിയാ. കണ്ടില്ലേ, മലകളൊക്കെ ആണെങ്കിലേ ആകാശത്ത് മുട്ടി നിൽക്കുന്ന പോലെ വന്നേ കാണുന്ന കണ്ടോ. എന്ത് രസമാണെന്നറിയാവോ, പച്ചപ്പും ഈ ആകാശത്തിന്റെ ഭംഗിയും പിന്നെ അതിന്റെ എല്ലാം ഇടയിൽ ഉയരുന്ന ഈ കോടയും അടിപൊളിയാ കേട്ടോ. ഇത് ഈ റിസോർട്ടിന്റെ ബാക്ക് വശമാ കേട്ടോ. അപ്പൊ ഇവിടുന്നാണ് ഈ സൂര്യൻ ഉദിച്ചു വരുന്നത്. അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇവിടുന്ന് ആദ്യം ഇൻട്രോ എടുത്തതേ. കണ്ടോ. അപ്പൊ ഇനിയിപ്പം ഇതിന്റെ ഫ്രണ്ടിലേക്ക് പോകാം. എന്ത് രസമാണെന്നറിയാം, ആ ആകാശത്തോട്ടൊക്കെ ഒന്ന് നോക്കി എന്ന കളറാണേ, അടിപൊളി. ഇനിയിപ്പൊ ഞങ്ങൾ പോകാനെല്ലാം റെഡി ആയിട്ട് നിൽക്കുവാണേ. ഇത്തിരിയും കൂടെ കഴിഞ്ഞിട്ട് പോകും. ഇത്തിരിയും കൂടെ കഴിയുമ്പോൾ ഞങ്ങള് വാഗമണ്ണിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോകുക. എന്റെ ചേൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക പോകാനായിട്ട്. ചേനെ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഹായ് പറഞ്ഞേ. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, എന്ത് രസമാണെന്ന് നോക്കിയേ. രാവിലത്തെ കാഴ്ചകളാണ് ഇത്. ഈ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണേ. അവിടെ കയറി നിന്നാലില്ലേ അവിടെ ഫുള്ള് കാണാമെന്ന് പറഞ്ഞു. അതിൻ്റെ ടോപ്പിൽ കയറിയാലേ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. ഒരു തടസ്സവും ഇല്ലാതെ എല്ലാം കാണാൻ പറ്റും. എന്ത് രസമാണെന്ന് നോക്കി. നിങ്ങൾ ഓർക്കും എനിക്ക് എന്നും ഈ കാടും പടപ്പും മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. പക്ഷെ ഇത് അടിപൊളി ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ പ്രകൃതി ഭംഗി. അതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് അതിലേറെ ഇഷ്ടമാണ്. ഞങ്ങൾ ഈ താമസിച്ച റിസോർട്ടേ ഒരു മലയുടെ ചരിവിലാണേ. അവിടുന്ന് ഞാൻ ഇത്തിരി താഴോട്ട് ഇറങ്ങിയത്. കണ്ടില്ലേ എത്ര നല്ല ബിൽഡിങ് ഒരേപോലെ പണിതിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഈ മലകളുടെ എല്ലാം നടുവിലേ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളും കൂടെ പണിത് വെച്ചേക്കുന്ന കാണുമ്പോൾ അടിപൊളി കാഴ്ചയാണേ. അതിനുവേണ്ടി ഞാൻ ഇത്തിരി താഴോട്ട് ഇറങ്ങി വന്നതാ. ഈ വാഗമണ്ണിൽ പല പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ മൊട്ടക്കുന്നിൻ്റെ അവിടം വരെ മാത്രമേ വന്നിട്ടുള്ളൂ. ഇത്രയും ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടെന്നോ ഹോം സ്റ്റേയോ റിസോർട്ടോ ഒക്കെ ഉണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോയ വഴിക്ക് ഇത്രയും ഉള്ളിലാണല്ലോ, ഒരു കാടിനകത്തിലാണല്ലോ എന്നൊക്കെ ആദ്യമൊക്കെ ഒന്ന് തോന്നിയേ. ഉള്ളിലൊരു ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും കൂടെ വന്ന ആരോടും പറഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ മാത്രമല്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 ഫാമിലികളാണ് അവിടെ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഹോം സ്റ്റേയുടെ ആണെങ്കിലും സെറ്റപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 റൂമിൻ്റെ ഇടയിൽ 2 റൂമിൽ നിന്നും 2 റൂമിൻ്റെ ഇടയിൽ ഒരു ഡൈനിങ് ഹാള്. 2 റൂമിൽ നിന്നും ഡോറ് തുറന്നാൽ ഈ പുറത്തൂടെ വരാതെ തന്നെ ഈ ഹോളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പൊക്കെ. അതൊക്കെ ഒരു നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ പണികളൊക്കെ. ഞങ്ങൾ ഈ കൂടുതലും വാഗമണ്ണിലോട്ട് പോകുന്നതേ നമുക്ക് അങ്ങോട്ട് പോകുമ്പം ഹൈ റേഞ്ചിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വേറെ ഒരു അന്തരീക്ഷത്തിൽ കൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നുവേ. എല്ലാരും ഫോണില്ല, ഞങ്ങൾക്കുള്ള കോഫി കൊണ്ടുവന്നേ. കണ്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിലെ മൊട്ടക്കുന്നിലെത്തിയേ. പിന്നെ ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു മൊട്ടക്കുന്നിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയായിരുന്നു. രാവിലെ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. പിന്നെ കണ്ടോ, ഞങ്ങൾ ആദ്യം നേരത്തെ ചെല്ലുമ്പോൾ ഇവിടുത്തെ ഈ 2 സൈഡിലും വെച്ചിരുന്ന ചെടികൾ കുഞ്ഞു ചെടികളായിരുന്നു. ഇപ്പം കണ്ടില്ലേ, അതൊക്കെ വളർന്ന് പന്തലിച്ച് നല്ല അടിപൊളിയായേ. കണ്ടോ, അത്രയും മനോഹര സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടേക്കുന്ന കണ്ടോ. അതൊരു മര്യാദകേടായി എനിക്ക് തോന്നി. കാരണം അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആരാണെങ്കിലും.
ഇത്രയും ജനം വരുന്ന ഇത്രയും വൃത്തിയായിട്ടിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിനു മുന്നേ ഒക്കെ ഞങ്ങൾ പോയപ്പോഴേ അവിടെ ഏലപ്പാറ കഴിഞ്ഞിട്ട് വാഗമണ്ണിലോട്ട് വരുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റും അവിടെ ഇങ്ങനെ പിന്നെ നമ്മളുടെ വണ്ടി നിർത്തിയിട്ട് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടോയെന്ന് അവർ സെർച്ച് ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കാണുന്നില്ല. 20 രൂപയും നമ്മൾ അവിടെ കൊടുക്കണമായിരുന്നു. അതൊക്കെ പോട്ടെ. പിന്നെ ഇത് കണ്ടോ, നമ്മൾ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ തണലത്ത് കയറി ഇരിക്കാനും പിന്നെ തണൽ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബെഞ്ചുകൾ, പിന്നെ ഇതുപോലത്തെ കസേര സ്റ്റൂളുകളൊക്കെ അവിടെ ഉണ്ടേ. പിന്നെ നല്ല രസമാണ്. മുട്ടക്കുന്നുകളൊക്കെ കണ്ടില്ലേ, അടിപൊളി. ആകാശത്ത് മുട്ടി നിൽക്കുന്ന പോലെ തോന്നുന്നല്ലേ. എത്ര കണ്ടാലുമേ നമുക്ക് മടുപ്പ് തോന്നത്തില്ല ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങോട്ടുള്ള യാത്രകളിലാണെങ്കിലും നമുക്ക് ആ തേയിലത്തോട്ടത്തിന്റെ നടുവിൽ കൂടിയുള്ള യാത്രയും അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴൊരു ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. നമുക്ക് എത്ര കണ്ടാലും മടുപ്പ് തോന്നത്തില്ല ഇവിടോട്ട് വരുമ്പോൾ. ഈ ഹൈ റേഞ്ച് ഭാഗത്തെ യാത്രയും നേരത്തെ കുട്ടികൾ പറയുമായിരുന്നു, പപ്പ അങ്ങോട്ടുള്ള യാത്ര മടുത്തു, ഇനി സ്ഥലം മാറ്റി പിടിക്കുന്നു പറയുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മടുപ്പ് തോന്നാത്ത കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റ്, നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് നമ്മുടെ യാത്രയൊക്കെ ക്രമീകരിക്കാൻ പറ്റും. വലിയ ചിലവൊന്നുമില്ല, വണ്ടിക്കൂലിയും പിന്നെ ഇവിടെ ചെറിയൊരു പാസുവേ ഉള്ളൂ. അങ്ങനെ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങൾ രാവിലെ ചെന്നപ്പോഴേ അധികം ആളുകളൊന്നും വന്നിട്ടില്ലായിരുന്നേ, കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ ശരിക്കും വന്നേ. പിന്നെ അവിടുത്തെ റോപ്പ് വേയിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു മുന്നേ ആളുകൾ പോകുന്ന കണ്ടപ്പോഴേ എനിക്ക് അത്ര അങ്ങോട്ട് ധൈര്യം വന്നില്ല കേട്ടോ. ഒന്ന് കയറണമെന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് റോപ്പ് വേയുടെ ഇവിടുന്ന് കയറി അവിടെ ചെന്ന് നിൽക്കും. കണ്ടോ, റോപ്പ് വേയിൽ കയറുമ്പോഴേ തലയിൽ വെക്കാനുള്ള ഹെൽമറ്റ് സംവിധാനങ്ങളൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. 2-3 കൊളുത്തൊക്കെ കൊളുത്തിയാ അതിൽ വിടുന്നതെന്നൊക്കെ പറഞ്ഞേ. പക്ഷെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ദൂരെ നിന്നേ. പക്ഷെ കയറാൻ അത്ര കൊണ്ട് ധൈര്യം പോരാ എനിക്ക്. ഒരാളങ്ങ് പോയേ, അടുത്തയാൾ കയറാൻ നിൽപ്പുണ്ടേ. അപ്പൊ കണ്ടോണം. ഇദ്ദേഹവും ഇപ്പം പോകും കേട്ടോ, കണ്ടോണം. എനിക്കിതിലൊന്ന് കയറണമെന്നുണ്ടേ, പക്ഷെ എനിക്ക് പേടിയാ. എനിക്ക് കാണാനൊക്കെ ഇഷ്ടമാണ്, അത്രയും ധൈര്യം ഇല്ല. സുഹൃത്തുക്കളെ, വാഗമണ്ണിന്റെ സൗന്ദര്യം മൊട്ടക്കുന്നിലെ അടിപൊളിയാ കേട്ടോ. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുമോ. ഇപ്പോൾ ഇവിടെ വെയിലായി തുടങ്ങി. ഇത് രസമൊന്നും ഇവിടെ നിന്ന് വന്നാൽ പോകാൻ തോന്നത്തില്ല, അതാണ്. പിന്നെ വരുന്നവരൊക്കെ ഈ വെയിൽ കൊള്ളാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരില്ലേ, ഇത്തിരി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നല്ല വെയിലാണ്. ഇനിയിപ്പോഴേ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുവാണേ. എന്നാണെന്നറിയോ, വെയില. ഇതുപോലുള്ള മൊട്ടക്കുന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഇത്തിരി കയറി ഇറങ്ങി നടക്കാൻ വയ്യ ഇപ്പം. അതുകൊണ്ട് പോകുക കേട്ടോ. എന്ത് രസമാണ് നോക്കി, ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. എല്ലാവരുടെയും ഒരു വീക്ക്നെസ്സാണ് ഈ വാഗമണ്ണ് മൂന്നാറ് ഒക്കെ പറയും. വാഗമണ്ണ് മൂന്നാറൊക്കെ എന്ത് രസമാണ് നോക്കി. എല്ലാവരും ആൾക്കാരിപ്പോൾ വരുന്ന കണ്ടോ വാഗമണ്ണ് കാണാനായിട്ട്. കണ്ടോ ഓപ്പൺ ആയപ്പോഴത്തേക്കിന് എല്ലാവരും വരാൻ തുടങ്ങി കേട്ടോ. ഞങ്ങളിനി അങ്ങോട്ട് ഇറങ്ങും. കണ്ടോ എന്ത് രസമാണ് നോക്കി. ഇനി ഇവിടെ മുതലുള്ളത് അങ്ങ് ഫുള്ള് കാണിക്കാം കേട്ടോ. ഞങ്ങളെ നേരത്തെ വരുമ്പോൾ ഈ ചെടികളൊക്കെ അങ്ങനെ വെച്ചിട്ടേ ഉള്ളായിരുന്നു, കുഞ്ഞായിരുന്നേ. ഇപ്പോൾ ഇത് കണ്ടോ അടിപൊളിയായി. കണ്ടോ കണ്ടില്ലേ, അടിപൊളി. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്ത് രസമെന്നറിയാമോ സുഹൃത്തുക്കളെ. കണ്ടില്ലേ, നല്ല രസമാണ്. എന്താ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. അതിൻ്റെ ഇടയിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് കണ്ടോ കവറിട്ടേക്കുന്നത്. അതൊക്കെ ഒരിതാണേ. ഭംഗിയൊക്കെ എങ്ങനെ പറയേണ്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല.
എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സീനറികളൊക്കെ കാണുന്നത്. അടിപൊളിയല്ലേ, കണ്ടോ? കണ്ടോ ഒരാൾ എവിടെ നിൽക്കുന്നതെന്ന് നോക്കിയേ. പ്രശ്നമല്ല, ഞങ്ങളിനി ഇവിടുന്ന് പോകുക കേട്ടോ സുഹൃത്തുക്കളെ. ഈ വരുന്ന വഴിക്കെല്ലാം ഈ മരങ്ങളും തണലുകളും ഒക്കെ ഉണ്ടല്ലോ, അവിടെ എല്ലാം ഇറങ്ങി ഇന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ വെയിറ്റ് ചെയ്തത്. അപ്പം വീണ്ടും ഞങ്ങൾ പോകുവാന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. അപ്പം കണ്ടോ ഇനിയിപ്പോൾ ഇനി പോകുവാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങുക. രാവിലെ നമ്മൾ ഇന്നലെ വൈകിട്ട് ഇവിടെ വാഗമണ്ണിൽ തങ്ങി. അതിപ്പം രാവിലെ അവിടെ നിന്ന് പോന്നു. 8 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 8:30 ആയപ്പോഴത്തേനും ഇവിടെ ഒരു ഹോട്ടലിൽ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതൊന്നും വീഡിയോ ഒന്നും എടുത്തു. കണ്ടോ ഇതാണ് ഇവിടുത്തെ വാഗമണ്ണിൻ്റെ എൻട്രൻസ്. സുഹൃത്തുക്കളെ, വാഗമണ്ണിൽ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ മൊട്ടക്കുന്നി കയറി, കാരണം ഭയങ്കര വെയിലാണ് എന്ന് പറഞ്ഞാൽ വരുന്നവര് ഒന്നേൽ ഇത്തിരി രാവിലെ വരണം. പക്ഷെ എന്തായാലും തുറന്നു വരുമ്പോൾ 9 മണിയാവും അവിടെ ഓപ്പൺ ആവുമ്പോൾ. അത് കഴിയുമ്പോഴത്തേനും വെയിൽ ഉദിച്ചു വരുന്ന വെയിലിനൊക്കെ നല്ല ചൂടുണ്ട്. ഈ പറയുന്ന വലിയ തണുപ്പൊന്നും ഇവിടെ ഇല്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സഹിക്കാവുന്ന ചൂടും വെയിലും ഒക്കെ ഉള്ളൂ. ഒന്നുകിൽ 4 മണിക്ക് ശേഷം വരുവാണെങ്കിൽ ഇത്തിരിയും കൂടെ നമുക്ക് അവിടെ എല്ലാം കയറി ഇറങ്ങി നടക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തണലൊക്കെ ഉണ്ട് കേട്ടോ. തണൽ മരങ്ങളുണ്ട്, അതിന്റെ ചോട്ടിലൊക്കെ വന്നിരുന്ന് വേണമെങ്കിൽ വിശ്രമിക്കാം. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാ. വ്യൂ ഒക്കെ എന്തോ പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ ഭംഗിയാ. ഇവിടെ നമ്മള് വണ്ടി പാർക്ക് ചെയ്തതിന് പൈസ അടയ്ക്കുക. അപ്പൊ കടകളൊക്കെ ഇവിടെ ഓപ്പൺ ആയേ. ഇപ്പം നമ്മള് പൈൻ വാലിയിലോട്ട് നടന്നു പോകുന്ന പൈൻ വാലിയുടെ എൻട്രൻസ് തൊപ്പി കണ്ണാടി എല്ലാം ഉണ്ട്. എന്തോ വേണേലും ഉണ്ടോ. നമ്മള് പൈൻ വാലിയിലോട്ട് പോകുന്നിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇത്തിരി ദൂരമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നല്ല നിരപ്പായ റോഡൊക്കെയാ കേട്ടോ, നമുക്ക് നടന്ന് ചെല്ലാൻ പറ്റുന്നതേ ഉള്ളേ. അവിടെ എല്ലാം നല്ല ക്ലീൻ ആക്കി ഇട്ടേക്കുവാണ്, അടിപൊളിയാ. ഞങ്ങളെ പൈൻ വാലിയിലോട്ട് ഇറങ്ങാൻ പോവുകയാണേ. പൈൻ വാലിയിലെ വാഗമണ്ണിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പം ബൈ.